എല്ലാവർക്കും നമസ്കാരം. ഈ വോളിയത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്വേറിയം ആക്സസറീസ്, അക്വേറിയം ടാങ്ക് മേക്കിംഗ്, അക്വേറിയം ടാങ്ക് സെറ്റിംഗ് എന്നീ 3 ഭാഗങ്ങളാണ്. ആദ്യമായി നമുക്ക് എന്താണ് അക്വേറിയം ആക്സസറീസ് എന്ന് നോക്കാം. നമുക്ക് നല്ലൊരു അക്വേറിയം സെറ്റ് ചെയ്യണമെങ്കിൽ ആവശ്യമുള്ള സാമഗ്രികളെയാണ് നമ്മൾ അക്വേറിയം ആക്സസറീസ് എന്ന് വിളിക്കുന്നത്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ഹീറ്റർ, എയറേറ്റർ അല്ലെങ്കിൽ എയർ പമ്പ്, അക്വേറിയം ലൈറ്റ് അല്ലെങ്കിൽ ഇല്ലുമിനേറ്റിംഗ് ലാമ്പ്, സാൻഡ് ഫിൽറ്റർ ബെഡ് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ഫിൽറ്റർ, കാനിസ്റ്റർ ഫിൽറ്റർ, സബ്മേഴ്സിബിൾ പമ്പ്, ബയോ ബോൾസ് അല്ലെങ്കിൽ ബയോ റിംഗ്സ്, പ്രോട്ടീൻ സ്കിമ്മർ, എയർ സ്റ്റോൺസ് അല്ലെങ്കിൽ എയർ ഡിഫ്യൂസേഴ്സ്, കണക്ടേഴ്സ്, കൺട്രോൾ വാൽവ്, റെഗുലേറ്റേഴ്സ്, ജോയിന്റ്സ് ആൻഡ് ട്യൂബ്സ് എന്നിവ. ആദ്യമായി അക്വേറിയം ഹീറ്റർ. അക്വേറിയത്തിലെ മത്സ്യങ്ങൾക്ക് ആവശ്യമായ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അക്വേറിയം ഹീറ്റേഴ്സ്. ഇത് പല പവറിലുള്ളവ ഉണ്ടാകും. വെള്ളത്തിന്റെ അളവനുസരിച്ച് വേണം ഹീറ്ററുകൾ തിരഞ്ഞെടുക്കാൻ. ഹീറ്ററുകളിൽ കൺട്രോൾ നോബ്, ഇൻഡിക്കേറ്റർ ലാമ്പ്, സെൻസർ, ഗ്ലാസ് ടാങ്കിൽ അവയെ പിടിപ്പിക്കാനുള്ള വാക്വം കപ്പ് എന്നിവ ഉണ്ടായിരിക്കും. നിശ്ചിത ടെമ്പറേച്ചറിൽ കൺട്രോൾ നോബ് ഉപയോഗിച്ച് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓട്ടോമാറ്റിക്കായി ഹീറ്റർ ചൂടാവുകയും ഈ ഹീറ്റർ ചുറ്റുമുള്ള വെള്ളത്തിനെ ചൂടാക്കുകയും ചെയ്യും. നമ്മൾ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ ഒരു തെർമോസ്റ്റാറ്റിന്റെ സഹായത്തോടു കൂടി ഹീറ്റർ ഓഫ് ആകും. ഇൻഡിക്കേറ്റർ ലാമ്പ് നമുക്ക് ഹീറ്റർ ഓൺ ആണോ അല്ലെങ്കിൽ ഓഫ് ആണോ എന്നുള്ളത് അറിയാൻ സഹായിക്കും. വീണ്ടും വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കുറയുമ്പോൾ സെൻസർ അത് മനസ്സിലാക്കി വീണ്ടും ഓൺ ആവുകയും വെള്ളത്തെ വീണ്ടും ആ ടെമ്പറേച്ചറിലേക്ക് ചൂടാക്കുകയും ചെയ്യും. അക്വേറിയം ടാങ്കുകളിലെ മത്സ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വായു പുറത്തുനിന്ന് സപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എയറേറ്റർ അഥവാ എയർ പമ്പ്. ഓരോ ടാങ്കുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ചെറിയവയെ എയറേറ്റർ എന്നും 3-4 ടാങ്കുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വലിയ എയറേറ്ററുകളെ എയർ പമ്പ് എന്നുമാണ് സാധാരണയായി വിളിക്കുന്നത്. പുറത്തുനിന്ന് എയർ വലിച്ചെടുത്ത് അക്വേറിയത്തിനകത്തുള്ള വെള്ളത്തിലേക്ക് എയർ ഡിഫ്യൂസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് പ്രവർത്തിക്കുന്നത് ഉള്ളിലുള്ള ബെല്ലോസിന്റെയും ഇലക്ട്രോ മാഗ്നറ്റിന്റെയും സഹായത്തോടു കൂടിയാണ്. കറണ്ട് കടത്തിവിടുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിന്റെ പൊളാരിറ്റി മാറുന്നതനുസരിച്ച് അതിനുള്ളിലുള്ള ബെല്ലോസ് ചലിക്കുകയും ഇവ വെളിയിൽ നിന്നുള്ള വായു വലിച്ചെടുത്ത് അക്വേറിയത്തിനകത്തേക്ക് പമ്പ് ചെയ്യുകയും ചെയ്യുന്നു. മത്സ്യത്തിന് സാധാരണഗതിയിൽ പകൽ സമയങ്ങളിൽ ചെടികൾ ഫോട്ടോസിന്തസിസ് നടത്തുന്നതിനാൽ കാര്യമായ ഓക്സിജൻ ആവശ്യമായി വരികയില്ല. എന്നാൽ രാത്രികാലങ്ങളിൽ ചെടികളും മത്സ്യങ്ങളും ഒരുപോലെ ശ്വസിക്കുക മാത്രം ചെയ്യുമ്പോൾ എയർ കുറഞ്ഞു വരികയും അത് മത്സ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. പ്രധാനമായും രാത്രികാലങ്ങളിലും വെളുപ്പാങ്കാലങ്ങളിലുമാണ് ടാങ്കിൽ എയറിന്റെ അംശം കുറഞ്ഞു വരുന്നത്. അതുകൊണ്ട് രാത്രികാലങ്ങളിൽ നിർബന്ധമായും നമ്മൾ എയറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത് മത്സ്യത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്വേറിയം ലൈറ്റ് അല്ലെങ്കിൽ ഇല്ലുമിനേറ്റിംഗ് ലാമ്പ് എന്നിവയെ കുറിച്ചാണ്. ഒരു അക്വേറിയത്തിന് നല്ല ഭംഗിയും അതിനുള്ളിലെ ചെടികൾക്ക് നല്ല ആരോഗ്യം നൽകുന്നതിന് അക്വേറിയം ലൈറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു. വിവിധ പവറിലുള്ള കളറിലുള്ള അക്വേറിയം ലൈറ്റുകൾ ധാരാളമായി ലഭ്യമാണ്. വെള്ളത്തിന്റെ അളവ്, അതിൽ നട്ടിരിക്കുന്ന ചെടികളുടെ സവിശേഷത എന്നിവയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ അക്വേറിയം ലൈറ്റ് തിരഞ്ഞെടുക്കേണ്ടത്. ഇന്ത്യൻ നിർമ്മിതവും
വിദേശ നിർമ്മിതവുമായിട്ടുള്ള ധാരാളം അക്വേറിയം ലൈറ്റുകൾ വിപണിയിൽ ഉണ്ട്. ടാങ്കുകൾക്ക് മൊത്തത്തിലുള്ള കളർ നൽകുന്നതിനും ഒരേ കളറല്ലാതെ വിവിധ കളർ മാറി മാറി വരുന്നതും തരത്തിലുമുള്ള അക്വേറിയം ലൈറ്റുകൾ അവൈലബിൾ ആണ്. രാത്രികാലങ്ങളിൽ കൂടാതെ പകലും സാധാരണയായി നല്ല ചെടി വളർച്ചയ്ക്ക്, അതായത് പ്ലാന്റഡ് അക്വേറിയത്തിൽ അക്വേറിയം ലൈറ്റ് ഓണാക്കി തന്നെയാണ് വെക്കാറുള്ളത്. കൂടാതെ ജെല്ലി ഫിഷ് പോലെയുള്ള ഇൻവേർട്ടിബ്രേറ്റ്സിന് വിവിധ കളർ നൽകുന്നതിനും അക്വേറിയം ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു. അക്വേറിയത്തിലുള്ള വെള്ളത്തിനെ ബയോളജിക്കലായി ഫിൽറ്റർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് അണ്ടർഗ്രൗണ്ട് ഫിൽറ്റർ അഥവാ സാൻഡ് ഫിൽറ്റർ ബെഡ്. മത്സ്യം പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന അമോണിയ എന്ന് പറയുന്ന വേസ്റ്റ് മത്സ്യത്തിന്റെ വളർച്ചയ്ക്കും ചെടികളുടെ ആരോഗ്യത്തിനും ഹാനികരമാണ്. അതുകൊണ്ട് തന്നെ അവയെ ടാങ്ക് സിസ്റ്റത്തിൽ നിന്നും നീക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനാണ് നമ്മൾ ഇവിടെ അണ്ടർഗ്രൗണ്ട് ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. അണ്ടർഗ്രൗണ്ട് ഫിൽറ്ററിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അതിലടങ്ങിയിരിക്കുന്ന വിവിധ സ്വഭാവമുള്ള ബാക്ടീരിയയുടെ പ്രവർത്തനം മൂലമാണ്. വെള്ളത്തിൽ ഉണ്ടാകുന്ന അമോണിയ നൈട്രോസോമോണാസ് എന്ന് പറയുന്ന ഇനത്തിൽ വരുന്ന ബാക്ടീരിയ നൈട്രൈറ്റ് ആക്കിയും പിന്നീട് ആ നൈട്രൈറ്റിനെ നൈട്രോബാക്ടർ എന്ന വിഭാഗത്തിലുള്ള ബാക്ടീരിയ നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. ഈ നൈട്രേറ്റ് ചെടികൾ വളരാനായി വലിച്ചെടുക്കുന്നത് വഴി വെള്ളത്തിനകത്തുള്ള അമോണിയ വളരെ കുറവാകുന്നു. ഇതിനുവേണ്ടി നമ്മളൊരു ഫിൽറ്റർ ബെഡ് തയ്യാറാക്കണം. ഏറ്റവും അടിയിൽ ഒരു ഫോൾസ് ബോട്ടം, വെള്ളം മുകളിലേക്ക് വലിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു മുകളിലേക്കുള്ള ഒരു ട്യൂബ്, അതിനെ ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എയറേഷന്റെ ട്യൂബ് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. എയറേഷൻ നടക്കുമ്പോൾ താഴെയുള്ള വെള്ളം മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യപ്പെടുകയും മുകളിലുള്ള പൈപ്പ് കൂടി പുറത്തേക്ക് വരികയും ചെയ്യും. ടാങ്കിലുള്ള വെള്ളം മണ്ണിൽ കൂടി ഗ്രാവലിൽ കൂടി പതുക്കെ അരിച്ച് ഇറങ്ങി താഴെയുള്ള ഫോൾസ് ബോട്ടത്തിൽ കൂടി പോയി എയർ ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. നൈട്രോസോമോണാസ്, നൈട്രോബാക്ടർ എന്നീ ബാക്ടീരിയ ഈ ഗ്രാവൽ ബെഡിലാണ് ഉണ്ടാവുന്നത്. എയറോബിക് ആയിട്ടുള്ള ഈ ബാക്ടീരിയ വളരാൻ 1-2 ആഴ്ച എടുക്കുമെന്നതിനാൽ ബയോളജിക്കൽ ഫിൽറ്റർ കാര്യക്ഷമമാവാൻ വെള്ളം ഒഴിച്ച് ഏതാണ്ട് 2-3 ആഴ്ച സമയം പിടിക്കും. അക്വേറിയം ടാങ്കുകളിൽ മത്സ്യം ഇടുന്നതിന് വളരെ മുമ്പേ തന്നെ നമ്മൾ ചെടികളും മറ്റും പ്ലാന്റ് ചെയ്ത് കുറച്ച് അമോണിയ ഉണ്ടാക്കി പതുക്കെ ഈ ബാക്ടീരിയ വളരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ഇങ്ങനെ നന്നായി ബാക്ടീരിയ വളർന്നതിന് ശേഷം മാത്രമേ, അതായത് ബയോളജിക്കൽ ഫിൽറ്റർ നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മത്സ്യങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുകയുള്ളൂ. അണ്ടർഗ്രൗണ്ട് ഫിൽറ്ററുകളിൽ സാധാരണയായി ബയോളജിക്കൽ ഫിൽട്രേഷൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതേസമയം ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ഫിൽറ്ററേഷൻ നടക്കണമെങ്കിൽ, അത്തരത്തിലുള്ള എല്ലാ വേസ്റ്റിനെയും മാറ്റണമെങ്കിൽ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള, കൂടുതൽ ടെക്നോളജിക്കലി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള കാനിസ്റ്റർ ഫിൽറ്ററുകൾ പോലെയുള്ള ഫിൽറ്ററുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ചെറിയ അക്വേറിയത്തിൽ സാധാരണ രീതിയിൽ അണ്ടർഗ്രൗണ്ട് ഫിൽറ്ററുകൾ മതിയെങ്കിലും വലിയ അക്വേറിയങ്ങളിൽ കൂടുതൽ നല്ല രീതിയിൽ ഫിൽറ്ററേഷൻ നടക്കുന്നതിന് വേണ്ടി, കൂടുതൽ ലെവലുകളിൽ ഫിൽറ്ററേഷൻ നടക്കുന്നതിന് വേണ്ടി കാനിസ്റ്റർ ഫിൽറ്ററുകൾ ഉപയോഗിക്കുകയാണ് നല്ലത്. വെള്ളം പുറത്തേക്കെടുത്ത് കാനിസ്റ്റർ വഴി കടത്തിവിട്ട് തിരിച്ച് അക്വേറിയം ടാങ്കിലേക്ക് ഒഴിക്കുന്നു. ഫിൽറ്ററേഷന് ആവശ്യമുള്ള വിവിധ തരം മെറ്റീരിയലുകൾ ഒന്നിന് താഴെ ഒന്നായി കാനിസ്റ്ററിൽ അടുക്കി വെച്ചിരിക്കുന്നു. സാൻഡ്, ഗ്രാവൽ, ഗ്ലാസ് വൂള്, സ്പോഞ്ച്, ചാർക്കോൾ, ബയോബോൾസ്, ബയോറിങ്സ് എന്നിങ്ങനെ വിവിധ സ്വഭാവ സവിശേഷതകളുള്ള, വിവിധ ഫിൽറ്ററേഷൻ കഴിവുകളുള്ള വസ്തു
വസ്തുക്കളിൽ കൂടി വെള്ളം അരിച്ചിറങ്ങി താഴേക്ക് വരുമ്പോൾ അവ ഫിസിക്കലിയും ബയോളജിക്കലിയും കെമിക്കലിയും ആയി ഫിൽറ്റേഡ് ആകുന്നു. ഇത്തരത്തിലുള്ള വെള്ളത്തിനെ തിരിച്ച് നമ്മൾ ടാങ്കിലേക്ക് ഒരു പമ്പിന്റെ സഹായത്തോടു കൂടി നിക്ഷേപിക്കുന്നു. ഇതിൽ ഗ്ലാസ് വൂൾ, സാൻഡ്, സ്പോഞ്ച് എന്നിവ ഫിസിക്കലായിട്ടുള്ള സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനെയും മറ്റും ഫിൽട്ടർ ചെയ്യാനും സാൻഡിനകത്തുള്ള നൈട്രോസോമോണാസ്, നൈട്രോബാക്ടർ ബയോളജിക്കൽ ഫിൽട്രേഷൻ നടത്താനും ചാർക്കോൾ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസുകൾ വലിച്ചെടുക്കാനും ബയോവോൾസ് ആൻഡ് ബയോറിങ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ഫിൽറ്ററിനകത്തുള്ള ബാക്ടീരിയ വളരാൻ സഹായിക്കുന്നതിനും അങ്ങനെ ബയോളജിക്കലി ഫിൽട്ടർ ചെയ്യാനും ഉപയോഗിക്കുന്നു. പവർ ഹെഡ് അല്ലെങ്കിൽ സബ്മേഴ്സിബിൾ പമ്പ്, ഇത് 3 ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, അക്വേറിയം ടാങ്കിൽ ഒരു വാട്ടർ സർക്കുലേഷൻ നൽകുന്നതിന് വേണ്ടി. 2, പുറമേ നിന്നും എയർ ജെറ്റ് രൂപത്തിൽ അക്വേറിയം ടാങ്കിനുള്ളിൽ കടത്തിവിടുന്നതിന് വേണ്ടി. 3, അക്വേറിയം ടാങ്കിനകത്തുള്ള വെള്ളം മുകളിലേക്ക് വലിച്ചെടുത്ത് എക്സ്റ്റേണൽ ഫിൽട്ടറേഷൻ നടത്തുന്നതിന് വേണ്ടി. സാധാരണയായി ഇതിനൊരു വെർട്ടിക്കൽ പോസ്ചറാണ് ഉള്ളത്. ഇതിന്റെ അടിഭാഗത്തുള്ള സക്ഷൻ വാൽവ് വഴി വെള്ളം അകത്തേക്ക് വലിച്ചെടുക്കപ്പെടും. മുകൾ ഭാഗത്തുള്ള ഔട്ട്ലെറ്റ് വഴിയാണ് വെള്ളം പുറത്തുള്ളത്. കൂടാതെ ഇതിന്റെ പുറത്തേക്ക് കിടക്കുന്ന എയർ ട്യൂബ് വഴി പുറമേ നിന്ന് എയർ വലിച്ചെടുത്ത് ജെറ്റ് രൂപത്തിൽ എയർ ഉള്ളിലേക്ക് പമ്പ് ചെയ്യും. ഇങ്ങനെയുള്ള സബ്മേഴ്സിബിൾ പമ്പ് ഉണ്ടെങ്കിൽ വേറെ എയർ സ്റ്റോണിന്റെ ആവശ്യമോ എയറേറ്ററിന്റെ ആവശ്യമോ ഉണ്ടായിരിക്കില്ല. വാട്ടർ സർക്കുലേഷൻ കൂടാതെ പുറത്തേക്ക് വെള്ളം എടുക്കുന്നതിനും നമ്മൾ സബ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിക്കും. വാട്ടർ സർക്കുലേഷൻ നടക്കുന്നത് വഴി താഴെയുള്ള കാർബൺ ഡൈ ഓക്സൈഡുള്ള വെള്ളം മുകളിലേക്ക് വരാനും ആ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യാനും സാധിക്കുന്നു. അണ്ടർഗ്രൗണ്ട് ഫിൽറ്ററിന് പകരം നല്ല രീതിയിൽ ബയോളജിക്കൽ ഫിൽട്രേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ബയോബോൾസും ബയോറിങ്സും. സാൻഡ് പോലെയുള്ള വസ്തുക്കൾ നമ്മൾ അക്വാസ്കേപ്പിങ്ങിന് അക്വേറിയം ടാങ്കിന്റെ അടിയിൽ ഉപയോഗിക്കുമ്പോൾ അണ്ടർഗ്രൗണ്ട് ഫിൽട്രേഷൻ അത്രയും എഫിഷ്യന്റ് അല്ലാതെ ആയിത്തീരും. അപ്പോൾ അണ്ടർഗ്രൗണ്ട് ഫിൽറ്ററിന് പകരം ബയോബോൾസ് അല്ലെങ്കിൽ ബയോറിങ്സ് ഉപയോഗിച്ചുള്ള ഫിൽറ്ററുകൾ പുറത്ത് ഘടിപ്പിച്ചാണ് നമ്മൾ ഫിൽട്രേഷൻ നടത്തുന്നത്. ബയോബോൾസ് അല്ലെങ്കിൽ ബയോറിങ്സ് അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന എക്സ്റ്റേണൽ ബയോളജിക്കൽ ഫിൽറ്റേഴ്സ് ഉണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ട് ഫിൽറ്ററിന്റെ ആവശ്യമില്ല. വെള്ളം പുറത്തേക്കെടുത്ത് ഇവയുടെ ലെയറുകളിൽ കൂടി അരിച്ചിറക്കി താഴെ അക്വേറിയം ടാങ്കിലേക്ക് തിരികെ ഒഴിച്ചാൽ മതിയാകും. നേരത്തെ നമ്മൾ പറഞ്ഞ അണ്ടർഗ്രൗണ്ട് ഫിൽറ്ററിലുള്ള നൈട്രോസോമോണാസ്, നൈട്രോബാക്ടർ എന്നീ ഇനങ്ങളിൽപ്പെട്ട ബാക്ടീരിയ ഈ ബയോബോൾസിലും ബയോറിങ്സിലും സുലഭമായി വളരും. ഈ 2 വസ്തുക്കളുടെ ആകൃതിയിലുള്ള പ്രത്യേകതകൾ കൊണ്ടും ബയോബോൾസിനകത്തെ സ്പോഞ്ചിനുള്ള സ്പേസ് കൊണ്ടും ബാക്ടീരിയയ്ക്ക് വളരാൻ ഒരുപാട് സർഫസ് ഏരിയ ഇവിടെ ഉണ്ടാകും. അണ്ടർഗ്രൗണ്ട് ഫിൽറ്ററിൽ ഉള്ളതിനേക്കാൾ സർഫസ് ഏരിയ ഇവയുടെ സ്ട്രക്ചറിലുള്ള ആകൃതിയിലുള്ള പ്രത്യേകത കൊണ്ട് ബയോബോൾസിലും ബയോറിങ്സിലും ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ ഒരു ചതുരശ്ര സെന്റിമീറ്ററിൽ അണ്ടർഗ്രൗണ്ട് ഫിൽറ്ററിൽ ഉണ്ടാകുന്നതിനേക്കാൾ വളരെ അധികം അല്ലെങ്കിൽ 10 മടങ്ങ് അധികമായിട്ട് ബാക്ടീരിയ ബയോബോൾസിലും ബയോറിങ്സിലും ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ബയോളജിക്കൽ ഫിൽറ്ററേഷന്റെ എഫിഷ്യൻസി അണ്ടർഗ്രൗണ്ട് ഫിൽറ്ററിനേക്കാൾ ബയോബോൾസിലും ബയോറിങ്സിലും കൂടുതലായിരിക്കും. ബാക്ടീരിയയുടെ എണ്ണം പെർ സ്ക്വയർ സെന്റിമീറ്ററിൽ കൂടുതൽ ഉള്ളതിനാൽ ഏറ്റവും നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയി ബയോളജിക്കൽ ഫിൽട്രേഷൻ നടത്താൻ പറ്റുന്നത് ബയോബോൾസിനാണ്. അക്വേറിയം ടാങ്കിലുള്ള ഓർഗാനിക് വേസ്റ്റിനെ മാറ്റുന്നതിന് വേണ്ടിയാണ് പ്രോട്ടീൻ സ്കിമ്മറുകൾ അല്ലെങ്കിൽ ഫോം ഫ്രാക്ഷനേറ്ററുകൾ ഉപയോഗിക്കുന്നത്.
പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫൈറ്റോപ്ലാങ്ക്ടൺ, ബാക്ടീരിയ, ഡെട്രൈറ്റസ്, ഫുഡ് വേസ്റ്റ് എന്നിവയെ പ്രോട്ടീൻ സ്കിമ്മർ ഉപയോഗിച്ച് നമുക്ക് നീക്കാവുന്നതാണ്. കൂടാതെ അയഡിൻ പോലെയുള്ള ട്രേസ് എലിമെന്റ്സ്, കോപ്പർ പോലെയുള്ള മെറ്റലുകൾ എന്നിവയെയും പ്രോട്ടീൻ സ്കിമ്മർ ഉപയോഗിച്ച് നമുക്ക് നീക്കാം. പ്രോട്ടീൻ സ്കിമ്മറിന്റെ പ്രവർത്തനം മൂലം ധാരാളം ചെറിയ ചെറിയ എയർ ബബിൾസ് വെള്ളത്തിൽ ഉണ്ടാകും. ഓർഗാനിക് വസ്തുക്കളുടെ പൊളാരിറ്റിക്ക് അനുസരിച്ച് ഇവ ബബിൾസിൽ ഒട്ടിപ്പിടിക്കുകയോ ബബിൾസിന്റെ ഇടയിൽ ട്രാപ്ഡ് ആവുകയോ ചെയ്യും. തുടർച്ചയായുള്ള പ്രോട്ടീൻ സ്കിമ്മറിന്റെ പ്രവർത്തനം മൂലം ധാരാളം ബബിളുകൾ രൂപപ്പെട്ട് അതൊരു പതയായി മാറും. ഈ പത വേസ്റ്റോടുകൂടി നിശ്ചിത സമയം കഴിയുമ്പോൾ ഒരു വേസ്റ്റ് കപ്പിൽ കളക്ട് ചെയ്യപ്പെടും. തുടർച്ചയായി പ്രോട്ടീൻ സ്കിമ്മർ വർക്ക് ചെയ്യുന്നത് വഴി പദരൂപത്തിൽ ഓർഗാനിക്കും മറ്റുള്ള വസ്തുക്കളും നീക്കം ചെയ്യപ്പെടും. സാധാരണയായുള്ള അക്വേറിയങ്ങളിൽ ഇത്തരത്തിലൊരു പ്രോട്ടീൻ സ്കിമ്മറിന്റെ ആവശ്യമൊന്നുമില്ല. എങ്കിൽ കോറൽസ്, സോഫ്റ്റ് കോറൽസ്, ഹാർഡ് കോറൽസ് എന്നിവ ഉള്ള മറൈൻ അക്വേറിയങ്ങളിൽ വെള്ളം വളരെയധികം ക്വാളിറ്റി ക്ലിയർ ആയി ഇരിക്കേണ്ടതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോട്ടീൻ സ്കിമ്മറുകൾ വളരെ അത്യാവശ്യമാണ്. എയർ സ്റ്റോൺസ് അല്ലെങ്കിൽ എയർ ഡിഫ്യൂസേഴ്സ്, ഒരു എയറേറ്റർ പുറമേ നിന്നും വലിച്ചെടുക്കുന്ന വായു അക്വേറിയത്തിനുള്ളിലെ വെള്ളത്തിലേക്ക് ഡിഫ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് എയർ സ്റ്റോൺസ്. ഇവ പല വലിപ്പത്തിൽ, പല രൂപത്തിൽ, പല കളറിൽ ലഭ്യമാണ്. വായു അലിയിച്ചു ചേർക്കുക എന്നതിനോടൊപ്പം തന്നെ അക്വേറിയം ടാങ്കിന്റെ ഭംഗി കൂട്ടുവാനും വിവിധ തരത്തിലുള്ള എയർ സ്റ്റോണുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. എയറേറ്ററുകൾ വലിച്ചെടുക്കുന്ന വായു അക്വേറിയം ടാങ്കിലേക്ക് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയും റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും മറ്റും ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ട്യൂബ്സ്, കണക്ടേഴ്സ്, കൺട്രോൾ വാൽവ്സ്, ജോയിന്റ്സ് എന്നിവ. കൺട്രോൾ വാൽവ്സ് ഉപയോഗിച്ച് നമുക്ക് എയർ സ്റ്റോൺ വഴിയുള്ള ബബിൾസിന്റെ അല്ലെങ്കിൽ വായുവിന്റെ അളവ് നിയന്ത്രിക്കാവുന്നതാണ്. വിവിധ തരത്തിലുള്ള ഷേപ്പിലുള്ള കണക്ടേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എയറേഷൻ ട്യൂബുകളെ കൂട്ടി യോജിപ്പിക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് അക്വേറിയം ടാങ്ക് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നോക്കാം. ആവശ്യമുള്ള വസ്തുക്കൾ: 5 പാനൽ വളരെ കൃത്യമായി കട്ട് ചെയ്ത ഗ്ലാസ്, സിലിക്കൺ ജെൽ അഥവാ പശ, ഗൺ അല്ലെങ്കിൽ ഹോൾഡർ, ഈ പശയുടെ ട്യൂബ് വെക്കുന്നതിന് വേണ്ടിയും അത് പ്രസ് ചെയ്ത് നിശ്ചിത അളവിൽ തേക്കുന്നതിന് വേണ്ടിയും ഉപയോഗിക്കുന്നതാണ് ഗൺ അല്ലെങ്കിൽ ഹോൾഡർ. പാനലുകൾ പരിചയപ്പെടാം. ഏറ്റവും താഴെ വെക്കുന്നതിനെ നമ്മൾ ബേസ് പാനൽ എന്ന് പറയും. 2 വശങ്ങളിലായി വെക്കുന്നതിനെ നമ്മൾ സൈഡ് പാനൽസ് എന്ന് പറയും. മുമ്പിൽ വെക്കുന്നതിനെ ഫ്രണ്ട് പാനൽ എന്നും പിന്നിൽ വെക്കുന്നതിനെ ബാക്ക് അല്ലെങ്കിൽ റെയർ പാനൽ എന്നും പറയും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്ലാസിന്റെ തിക്നെസ് ആ ടാങ്കിന്റെ വലിപ്പത്തിനനുസരിച്ച് ഇരിക്കും. സാധാരണ 2.5 അടി 3 അടി ടാങ്കുകൾക്ക് നമ്മൾ 3 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള ഗ്ലാസ് ആണ് ഉപയോഗിക്കാറ്. ടാങ്കിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഗ്ലാസിന്റെ തിക്നെസ്സും കൂടും. പാനലുകൾ കറക്റ്റായി കട്ട് ചെയ്തെടുത്തില്ലെങ്കിൽ സെറ്റ് ചെയ്ത് വരുമ്പോൾ ടാങ്കിന്റെ മുകൾ വശത്തെ എഡ്ജില് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ടാങ്കിന്റെ ഹൈറ്റ് എപ്പോഴും അതിന്റെ വീതിയിനേക്കാൾ കൂടുതലായിരിക്കണം എന്നതാണ്. സിലിക്കൺ ജെൽ എന്ന പശ നമുക്ക് ലഭിക്കുന്നത് ഒരു ട്യൂബ് രൂപത്തിലാണ്. അതിന്റെ ഫ്രണ്ടിൽ ഒരു നോസിൽ ഉണ്ടാവും. നോസിന്റെ ടിപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പശ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പശ മേടിച്ച് വലിയ താമസിക്കാതെ തന്നെ അത് ഉപയോഗിച്ച് തീർത്തില്ലെങ്കിൽ അത് അവിടെ ഇരുന്നിട്ട് സോളിഡ് ആയി പോകും. പിന്നീട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് താഴെ ഗ്ലാസ് ടാങ്കിന്റെ പല പല പാനൽസ് കാണുന്നുണ്ട്. ബേസ് പാനൽ, ബാക്ക്, ഫ്രണ്ട് പാനൽസ്, സൈഡ് പാനൽ.
ഇനി എങ്ങനെയാണ് ഗ്ലാസ് പാനലുകൾ ഒട്ടിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ചുമരിന്റെ ഒരു കോർണറിൽ പരന്ന പ്രതലത്തിൽ ആദ്യം ബേസ് പാനൽ വയ്ക്കുക. അതിന്റെ പിൻവശത്ത് ഫുൾ ലെങ്തിൽ പശ തേച്ച് അതിനുശേഷം അതിന്റെ മുകളിൽ ബാക്ക് പാനൽ പിടിപ്പിക്കുക. അതിനുശേഷം ചുമരിന്റെ മറ്റേ വശത്തുള്ള സൈഡ് പാനൽ ഇതേപോലെ തന്നെ ബേസ് പാനലിലും ബാക്ക് പാനലിന്റെയും എഡ്ജിൽ പശ തേച്ച് സൈഡ് പാനൽ പിടിപ്പിക്കുക. സൈഡ് പാനലും ബാക്ക് പാനലും തമ്മിൽ ടേപ്പിനാൽ ബന്ധിപ്പിക്കുക. അതിനുശേഷം ഇപ്പുറത്തെ വശത്തെ സൈഡ് പാനൽ അതുപോലെ തന്നെ പശ തേച്ച് പിടിപ്പിക്കുക. പിന്നീട് ഫ്രണ്ട് പാനൽ പിടിപ്പിക്കുക. ഇതായിരിക്കണം അതിന്റെ ഓർഡർ. പശ തേക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഗണ്ണ് വെച്ച് ഒരു ലൈൻ പശ കംപ്ലീറ്റ് ആയി തേച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കൊണ്ടാകുന്ന സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം ഗ്ലാസ് വയ്ക്കുന്നതായിരിക്കും നല്ലത്. മൊത്തത്തിൽ തീർന്നതിന് ശേഷം ഒരു ലൈൻ പശ എല്ലാ എഡ്ജിൽ കൂടി ഓടിച്ച് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുന്നത് പിന്നീട് ലീക്കുകൾ വരാതിരിക്കാൻ സഹായിക്കും. ഇനി എങ്ങനെയാണ് നമുക്കൊരു അക്വേറിയം ടാങ്ക് സെറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യമായി തന്നെ നമുക്കൊരു അണ്ടർഗ്രൗണ്ട് ഫിൽറ്റർ ആണ് സെറ്റ് ചെയ്യേണ്ടത്. ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിന്റെ ഫോൾസ് ബോട്ടം കറക്റ്റായിട്ട് ഗ്ലാസ് ടാങ്കിന്റെ ബേസിനനുസരിച്ച് സെറ്റ് ചെയ്യുക. മുകളിലേക്കുള്ള പൈപ്പ് സെറ്റ് ചെയ്യുക. എയറേറ്ററിന്റെ ട്യൂബ് എടുത്ത് മുകളിലേക്കുള്ള പൈപ്പിന്റെ ബേസിൽ പിടിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ആകൃതിയിൽ അല്ലെങ്കിൽ രീതിയിൽ ഗ്രാവൽ ഫോൾസ് ബോട്ടത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ ഫിൽറ്ററിന്റെ മുകളിൽ നിക്ഷേപിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രിഫ്റ്റ് വുഡ്, അതായത് സീസൺ ചെയ്ത ഭംഗിക്ക് വേണ്ടി നിങ്ങൾ വയ്ക്കുന്ന മരക്കഷ്ണങ്ങള്, കൂടാതെ സ്റ്റോൺസ്, പെബിൾസ് എന്നിവ വയ്ക്കുക. പതുക്കെ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വല്ലാതെ കലങ്ങാതെ ഒഴിക്കാൻ ശ്രമിക്കുക. താഴെ നിങ്ങൾ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ ചെറിയ കപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ച് അതിനകത്തേക്ക് നിങ്ങൾ വെള്ളം ഒഴിച്ച് പതുക്കെ വെള്ളം ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. അതിനുശേഷം ആവശ്യമുള്ള രീതിയിൽ ചെടികൾ നടുക. ചെടികൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കാഴ്ച മറയുന്ന രീതിയിലുള്ള ചെടികൾ ഫ്രണ്ടിൽ നടാതെ അവ പിന്നിൽ നടുക. മത്സ്യത്തിന്റെയും മറ്റ് അക്വേറിയം ടാങ്കിലുള്ള മറ്റു വസ്തുക്കളെയും നല്ല രീതിയിൽ കാണത്തക്ക വിധത്തിൽ ചെടികൾ നടുക. ഒരിക്കലും കാഴ്ച മറയുന്ന രീതിയിൽ ചെടികൾ നടാതിരിക്കുക. അതിനുശേഷം പൂർണ്ണമായിട്ട് വെള്ളം ഫില്ല് ചെയ്യുക. 1-2 ആഴ്ച ആ വെള്ളം ഒന്ന് സീസൺ ചെയ്യാനായി ഫിൽറ്റർ പ്രവർത്തിപ്പിച്ച് നിർത്തുക. നല്ല രീതിയിൽ തന്നെ വെള്ളം ക്ലിയർ ആയി 1-2 ആഴ്ചയ്ക്ക് ശേഷം ബാക്ടീരിയ എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുമ്പോൾ മാത്രം മത്സ്യത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. മത്സ്യത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ ഒരുപാട് മത്സ്യത്തിനെ ഒറ്റയടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്. ആദ്യം കുറച്ച് ലൈവ് ബെയറേഴ്സ് ഗപ്പി പോലെയുള്ളവയെ ഇടുക. അത് ഓക്കെ ആണെന്ന് തോന്നുമ്പോൾ പിന്നീട് പതുക്കെ മത്സ്യങ്ങളെ നിങ്ങൾ ആവശ്യാനുസരണം ആഡ് ചെയ്ത് വരിക. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഗ്രാവല് കാണാം, ഗ്ലാസ് ടാങ്ക് കാണാം, ഫോൾസ് ബോട്ടം ഉള്ള നമ്മുടെ ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഇതാണ് ഡ്രിഫ്റ്റ് വുഡ് അല്ലെങ്കിൽ സ്റ്റോൺസ് അല്ലെങ്കിൽ പെബിൾസ്. ഈ വുഡൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾ വേറെ വെള്ളത്തിനകത്തിട്ട് കുറെ കാലം അതിനെ കറയൊക്കെ കളഞ്ഞ് തിളപ്പിച്ച് എല്ലാ വിധത്തിലുള്ള ഡിസിൻഫെക്ഷൻ ചെയ്തിട്ട് വേണം നമ്മുടെ അക്വേറിയം ടാങ്കിലേക്ക് ഇടാനായിട്ട്. അതേപോലെ തന്നെ സ്റ്റോൺസ് നമ്മൾ എന്ത് സാധനം തന്നെ അക്വേറിയം ടാങ്കിൽ സെറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം തന്നെ മുമ്പ് നശീകരണം ചെയ്തിട്ടുള്ളവയായിരിക്കും. പ്രഷർ പെർമാനന്റ് ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ തിളപ്പിക്കലോ ഏത് രൂപത്തിൽ വേണമെങ്കിലും ആവാം. പക്ഷേ ഡിസിൻഫെക്ഷൻ പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നതായിരിക്കണം. ഇല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ജീവികളുടെ മുട്ടയോ എന്തെങ്കിലും ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ അക്വേറിയം ടാങ്കിനെ പിന്നീട് ഹാർംഫുള്ളായി ബാധിക്കും. ചെടികൾ നമുക്ക് പല രീതിയിൽ നടാം. മരത്തിന്റെ മുകളിൽ, ഡ്രിഫ്റ്റ് വുഡിന്റെ മുകളിൽ നമുക്ക് ചെടികൾ നടാം. അണ്ടർഗ്രൗണ്ടില് ഫിൽറ്ററിന്റെ അകത്ത് നമുക്ക് ചെടികൾ നടാം. ചെറിയ കപ്പുകളിലും നമുക്ക് ചെടികൾ നടാം. ഇതെല്ലാം നമ്മുടെ
കാണാൻ നല്ലൊരു സെറ്റായിട്ടുള്ള അക്വേറിയം, നല്ലൊരു ഫ്രഷ് വാട്ടർ സെറ്റായിട്ടുള്ള അക്വേറിയമാണിത്. കാണാൻ അതിനകത്ത് നിറയെ ചെടികളുണ്ട്, ഫിഷസ് ഉണ്ട്, ട്രീസ് ഉണ്ട്, എല്ലാം ഉണ്ട്.